ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വന്നപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. നേട്ടൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ആൾ നല്ല ഉറക്കമാണ്. അപ്പം നേട്ടൻ പറഞ്ഞ് ഉണർന്നിട്ട് നീക്കാന്ന് പറഞ്ഞാൽ ഏട്ടൻ അവളുടെ അടുത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ ആട്ടി കൊടുത്തു. ആട്ടിയപ്പോൾ അവൾ ഒന്നും കൂടെ നന്നായിട്ട് ഉറങ്ങി. അല്ലെങ്കിൽ ഏട്ടൻ വരുന്ന ദിവസമൊക്കെ അവൾ നല്ല ഉറക്കമായിരിക്കും. പിന്നെ ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചതും സാലഡും അച്ചാറൊക്കെ ആയിരുന്നു. ഞാനും കണ്ണനും ബിരിയാണി പ്ലേറ്റിലാണ് കഴിച്ചത്. 28ന് ബിരിയാണിക്ക് കൊടുന്ന പ്ലേറ്റാണ്. അപ്പോൾ കല്യാണ വീട്ടിലത്തെ ഒരു നൊസ്റ്റാൾജിയ തോന്നാൻ വേണ്ടി അതിൽ വിളമ്പാൻ പറഞ്ഞു. പിന്നെ ഞാനും കണ്ണനും ഏട്ടനും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. നെയ്ച്ചോറ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഏട്ടൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ പോയി ഫോണുമ്പോൾ കളിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വാവ ഉണർന്നപ്പോൾ വാവേനെടുത്തു. പക്ഷെ അവൾ കയ്യിലെത്തിയപ്പോഴോ കരച്ചിലും അതുപോലെ തന്നെ ഉറക്കമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം അവളെ കൂടെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് അമ്മ ചായ എടുത്ത് വെച്ചു. ബ്രെഡും ചിക്കൻ കറിയും സമൂസയും പൊക്കവടയൊക്കെ ആയിരുന്നു. ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഏട്ടൻ മോളെടുത്തു. അവളാണെങ്കിലോ ഇപ്പോൾ ഉണർന്ന് കളിക്കായിരുന്നു. പിന്നെ കരച്ചിലും ഉണ്ടായിരുന്നു. ചവിട്ടിയൊക്കെ കയറുന്നുണ്ടായിരുന്നു. കുട്ടൂനൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ് ഏട്ടൻ ഇറങ്ങാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനോടും ചേച്ചീനോടൊക്കെ യാത്ര പറഞ്ഞ് ഏട്ടൻ ഇറങ്ങാനായപ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് കുട്ടീനെ വാങ്ങി. അമ്മയാണെങ്കിലും ഭയങ്കര കരച്ചിലായിരുന്നു. എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും ഹാപ്പി ജേർണി ഏട്ടാ. അപ്പോൾ എത്ര ഉള്ളു ഗൈസ്, ബൈ.